ഓർമ്മിച്ചാൽ മതി. നമ്മുടെ ഡി ജി പിന്റെ പേര് ആഗ്നസ് ആണെന്ന് വിചാരിച്ചോ. ഡി ജി പി ആഗ്നസ് ആണ്. ഡി ജി പി ആഗ്നസിന്റെ ബി എഫ് എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് ആണ്. SMS Q എന്ന് ഓർമ്മിക്കുക. എന്താണ് SMS Q? ഓക്കെ, നിങ്ങൾ അയച്ച SMS ക്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിട്ടുന്നില്ല, ഡെലിവേർഡ് ആകുന്നില്ല. ഓക്കെ, 01 ഇതെന്താണ്? 0.002 ഓസോൺ ആണ്. ഓക്സിജന്റെ രൂപാന്തരമായിട്ടുള്ള ഓസോൺ ആണ് അടുത്തയാള്. പിന്നെ ആരാ? Ne നിയോൺ. നെഹീൻ എന്നത് ഇങ്ങനെയാണ് എഴുതിയത്, നെഹീൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോഡുകളിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ശിലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശിലകളിൽ നിങ്ങൾക്കറിയാം ആഗ്നേയ ശിലകൾ, അല്ലേ, കായാന്തരിത ശിലകൾ, അവസാദ ശിലകൾ, ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഓരോന്നിലും വരുന്നത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ് അഥവാ ആഗ്നേയ ശിലകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. നമ്മുടെ ഡി ജി പിന്റെ പേര് ആഗ്നസ് ആണെന്ന് വിചാരിച്ചോ. ഡി ജി പി ആഗ്നസ് ആണ്. ഡി ജി പി ആഗ്നസിന്റെ ബി എഫ് എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് ആണ്. വേറെ ഒന്നും വിചാരിക്കേണ്ട, ബോയ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഡി ജി പി ആഗ്നസിന്റെ ബോയ് ഫ്രണ്ട്. ഓക്കെ, ഡി ജി പി ആഗ്നസിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ഓർമ്മിച്ചാൽ ആഗ്നസ് ആഗ്നേയശില ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ആഗ്നസ് എന്താണ്? ആഗ്നേയശില എന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാ നോക്കിയേ. ഡോളറൈറ്റ് ആണ്. ഡി ഏതാണ്? ഡോളറൈറ്റ്. ദെൻ ജി ഗ്രാനൈറ്റ്. ഡി ജി പി അല്ലേ? ഡി ഡോളറൈറ്റ്, ജി ഗ്രാനൈറ്റ്, പി പ്യൂമിസ്റ്റോൺ. പ്യൂമിസ് അല്ലെങ്കിൽ പ്യൂമിസ്റ്റോൺ. ഓക്കെ, പ്യൂമിസ്റ്റോൺ അല്ലെങ്കിൽ പ്യൂമിസ് എന്ന് പറയാം. അപ്പോൾ ഡി ജി പി ഡോളറൈറ്റ്, ഗ്രാനൈറ്റ്, പ്യൂമിസ്. ഓക്കെ, ഡി ജി പി. ആഗ്നസ് എന്ത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്? ആഗ്നേയശിലേന്റെ കോഡാണിതെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആഗ്നസിന്റെ ബി എഫ്, ബിയും എഫും. ബി ഏതാണ്? ബസാൾട്ട് ആണ്. എഫ് ഏതാണ്? ഫെൽസ്പാർ ആണ്. ബി ബസാൾട്ട്, എഫ് ഏതാണ്? ഫെൽസ്പാർ. ഓക്കെ, ഫെൽസ്പാറും ബസാൾട്ടും ഇതൊക്കെ എന്ത് ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഡി ജി പി ആഗ്നസിന്റെ ബി എഫ് എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ആഗ്നേയ ശിലകൾ കിട്ടും. ഡി ജി പി ഡോളറൈറ്റ്, ഗ്രാനൈറ്റ്, പ്യൂമിസ്. ദെൻ ബി എഫ് ബസാൾട്ട്, ഫെൽസ്പാർ. അപ്പൊ ഇത്രയും എന്താണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ കായാന്തരിത ശിലകൾ അഥവാ മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, മെറ്റമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ ഏതൊക്കെയാന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് SMS Q എന്ന് ഓർമ്മിക്കുക. എന്താണ്? SMS Q. ഓക്കെ, നിങ്ങൾ അയച്ച SMS ക്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിട്ടുന്നില്ല, ഡെലിവേർഡ് ആകുന്നില്ല. ഓക്കെ, SMS Q എന്ന് ഓർമ്മിച്ചാൽ മതി. SMS Q. ഓക്കെ, കായാന്തരിത ശിലകൾ ഓർമ്മിക്കാൻ SMS Q എന്ന് ഓർമ്മിക്കുക. SMS Q ഏതൊക്കെയാണ്? എസ് സ്ലേറ്റ്. ഏതാണ്? സ്ലേറ്റ് ആണ്. ദെൻ എം മാർബിൾ. സ്ലേറ്റ്, മാർബിള്. ദെൻ ഒരു എസും കൂടെ ഉണ്ട്. എന്താണ്? ഷിസ്റ്റ്. എന്താണ്? ഷിസ്റ്റ്. അപ്പൊ സ്ലേറ്റും ഷിസ്റ്റും എന്തിൽ വരും? യെസ്, കായാന്തരിത ശിലകളിൽ വരും. സ്ലേറ്റ് അതേപോലെ തന്നെ ഷിസ്റ്റ്, SCHIST ആണ് ഷിസ്റ്റ്. അപ്പം സ്ലേറ്റ്, ഷിസ്റ്റ്. പിന്നെ എം എന്താണ്? മാർബിൾ. വളരെ പ്രധാനപ്പെട്ട ഇവിടെ സ്ഥലം ചോദിക്കുക മാർബിൾ ആണ്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മാർബിൾ ആണ്. മാർബിൾ ഏത് തരം ശിലകളാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം SMS Q. Q ഏതാണ്? ക്വാർട്സൈറ്റ് ആണ്. എന്താണ്? ക്വാർട്സൈറ്റ്. അപ്പം സ്ലേറ്റ്, മാർബിള്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ്. SMS Q. സ്ലേറ്റ്, മാർബിള്, ദെൻ ഷിസ്റ്റ്, ക്വാർട്സൈറ്റ്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ് അഥവാ അവസാദ ശിലകളിൽ വരുന്നതാണ്. അവസാദ ശിലകളിൽ തവണ ചോദിക്കുക, സ്ഥിരം നിങ്ങൾ പഠിച്ചു വെക്കുന്നത് അല്ലെ, ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലും ലൈംസ്റ്റോണും സാൻഡ്സ്റ്റോണുമാണ് SCERT-യിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് സ്ഥിരം കൂടുതലായിട്ട് പരീക്ഷയിൽ വരാറും. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും എന്തിന് ഉദാഹരണങ്ങളാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അതേപോലെ മാർബിൾ ആണ് കായാന്തരിത ശിലയ്ക്ക് സ്ഥിരം പരീക്ഷയിൽ ചോദിക്കുക. SCERT-യിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും ചോദിക്കുക അതാണ്. ഓക്കെ, അതേപോലെ ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ഏത്? ആഗ്നേയശിലയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവസാദ ശിലകള് സെഡിമെന്ററി റോക്സ്
പ്രധാനപ്പെട്ട സെഡിമെന്ററി റോക്സുകൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ്. ജിഷ ഒരു കുട്ടിയാണ്. ജിഷയുടെ ഉപ്പ ഒരു മാഷാണ് കേട്ടോ. പണ്ടൊക്കെ മാഷന്മാരൊക്കെ ചോക്കോണ്ടൽ, ഇപ്പോഴും പലയിടത്തും ചോക്കോണ്ടൽ ഇങ്ങനെ എഴുതുക. അപ്പോൾ ചോക്കോണ്ട് എഴുതുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. ചോക്കോണ്ടൊക്കെ എഴുതുന്ന സമയത്ത് ചുമ വരും അല്ലേ, ചോക്ക് അലർജി ആയിരുന്നു. അപ്പം ജിഷയുടെ ഉപ്പാക്ക് അല്ലെ, ജിഷയുടെ ഉപ്പേൻ്റെ ചുമയ്ക്ക് കാരണം എന്താണ്? ചോക്കാണ്. ജിഷയുടെ ഉപ്പാന്റെ ചുമയ്ക്ക് കാരണം ചോക്കാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ജിഷേന്റെ ഉപ്പയുടെ ചുമയ്ക്ക് കാരണം എന്താ? ചോക്കിന്റെ പൊടി കൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ ജിഷയുടെ ഉപ്പാക്ക് ചുമയുണ്ട്, ആ ചുമയ്ക്ക് കാരണം എന്താണ്? ചോക്കാണ്. അപ്പം ജിഷ, ജി ആരാണ്? ജിപ്സം. ജി ആരാണ്? ജിപ്സം. ഷ ഏതാണ്? ഷെയിൽ. ഏതാണ്? ഷെയിൽ. ഓക്കെ, സ്ലേറ്റും ഷിസ്റ്റും അത് നമ്മൾ പഠിച്ചു, കായാന്തരിത ശിലകൾ. ഇതെന്താണ്? ഷെയിലാണ്, ഷെയിൽ. ഓക്കെ, അപ്പം ജി ഷ ഇതൊക്കെയാണ് ജിപ്സവും ഷെയിലും. പിന്നെ ആരാ? ഉപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, കല്ലുപ്പ്, റോക്ക് സാൾട്ട്. വേണമെങ്കിൽ നമുക്ക് എന്താണ്? ശിലയാണെന്ന് പറയാം, ഏതരാന്ന് പറയാം. അവസാദ ശിലകൾ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. കല്ലുപ്പ്, റോക്ക് സാൾട്ട്, അല്ലെങ്കിൽ കോമൺ സാൾട്ട്, ടേബിൾ സാൾട്ട് എന്നൊക്കെ വിളിക്കുന്ന സാധനമല്ലേ കല്ലുപ്പ്. ഓക്കെ, യെസ്. പിന്നെന്താണ്? ജിഷയുടെ ഉപ്പ. പിന്നെന്താ? ചു ഏതാണ്? ചുണ്ണാമ്പ് കല്ല്. ഏതാണ്? മണൽക്കല്ല്. ഏതൊക്കെയാണ്? ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലുമാണ്. ദെൻ പിന്നെ ഏതും? ചോക്കും. ഇത്രയും. ജിഷയുടെ ഉപ്പയുടെ ചുമയ്ക്ക് കാരണം എന്താണ്? ചോക്കാണ്, ചോക്കിന്റെ പൊടിയാണ്. അപ്പം ജിപ്സം, ഷെയിൽ, ദെൻ ഉപ്പ്, കല്ലുപ്പ് ഓർമ്മിക്കുക. ദെൻ ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, ചോക്ക്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? യെസ്, അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സിന്റെ എക്സാമ്പിൾസ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ റോക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോവാതിരിക്കാൻ തമ്മിൽ ഓർമ്മിക്കുക. ആഗ്നേയശിലകൾ DGP ആഗ്നസിന്റെ BF എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ കായാന്തരിത ശിലകൾ SMSQ എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ ജിഷയുടെ ഉപ്പാന്റെ ചുമയ്ക്ക് കാരണം എന്താ? ചോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി? അവസാദ ശിലകളും ആയി. ഓക്കെ, അന്തരീക്ഷ വാതകങ്ങൾ അളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങൾ അളവിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഇതേ സാധനം തന്നെ കെമിസ്ട്രിയിലും ഓരോ മൂലകങ്ങളുടെ അളവിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ അവിടെയും വരാറുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു സാധനം. ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഈ അളവുകൾ അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക. ഇത് പല ക്ലാസ്സുകളിൽ, പല പുസ്തകങ്ങളിൽ പല രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഏകദേശം ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. 8ാം ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പരീക്ഷയിൽ പലതവണ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു അളവുകൾ അറിഞ്ഞിരിക്കുക. ഒന്നാം സ്ഥാനം ആരാണ്? നൈട്രജൻ. ഏതാണ്? നൈട്രജൻ. എത്ര ശതമാനം? 78.08. ഈ സംഖ്യകൾ അങ്ങനെ തന്നെ പഠിക്കുന്നത്. 78.08% നൈട്രജൻ. അപ്പം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. രണ്ടാം സ്ഥാനം ആരാണ്? ഓക്സിജൻ. 20.95 അല്ലെങ്കിൽ 20.96 ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം 20.95 ഈ സംഖ്യ പഠിച്ചു വെച്ചോ. ഓക്സിജന്റെ അളവ് 20.95%. ദെൻ മൂന്നാം സ്ഥാനം ആർഗൺ. ഇത് നോക്കിയേ, 78ഉം 21ഉം ഏകദേശം 21 അല്ലേ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 99 ബാക്കി 1% ഉള്ളൂ. ആ 1% ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഉള്ളത്. അതിൽ തന്നെ 0.93% ആരാ? ആർഗണാണ് അല്ലേ. ബാക്കിയുള്ളതിൽ 1% ഏകദേശം ഉള്ളത്. അതിൻ്റെ വലിയ എന്താണ്? സിംഹഭാഗവും 0.93% ആരാണ്? ആർഗണാണ്. 0.93 0.94 0.95 അങ്ങനെ പോയി 0.99 കഴിഞ്ഞാൽ പിന്നെന്തായി? 1.0 ആയില്ലേ. അപ്പം എന്താണ്? ഒന്നിനടുത്തുണ്ട് അല്ലേ. യെസ്. നാലാം സ്ഥാനക്കാരൻ ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 0.037 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 0.037 0.03. ഓക്കെ, 0.037. അടുത്ത സ്ഥാനം കൂടി ഓർത്ത് വെക്കുക. 0.037 ആണ് എന്തിൻ്റെ അളവ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 4 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അന്തരീക്ഷ വായുവിൽ അളവിന് ഓർമ്മിക്കേണ്ടത് ഈ 4 എണ്ണത്തിൻ്റെ അളവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പരീക്ഷയിൽ ചോദിക്കാറുള്ളത്. ആ അളവുകൾ 4 എണ്ണം ഓർമ്മിക്കുക. ഇതാണ് ക്രമം. ദെൻ അടുത്ത ആൾ ആരാണ് കൂടുതലുള്ളത്? ഓസോൺ ആണ് അല്ലേ. ഓസോൺ O3
ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ വാതകം. ഓക്കെ, അപ്പൊ 5-ാം സ്ഥാനക്കാരൻ ആരാണ്? ഓസോൺ ആണ്. 0.01%. 0.01%. പിന്നെ ആരാണ്? നിയോൺ. അടുത്തയാൾ ആരാണ്? നിയോൺ. 0.002. 0.002. ഇത് 0.01. ഇതെന്താണ്? 0.002. ഓക്കെ, 2 കണ്ട് ഇത് വലുതല്ലേ വിചാരിക്കല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനമാണ്. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമുണ്ട്. നിയോൺ. പിന്നെ ആരാണ്? ഹീലിയം. ആരാണ്? ഹീലിയം. സിമ്പിൾ അറിയാലോ, HE. നിയോൺ സിമ്പിൾ അറിയാലോ, NE. ഓക്കെ, നിയോൺ, ഹീലിയം. ഹീലിയം 0.005. ഇതൊന്നും പെർസെൻറ്റേജ് ഓർമ്മിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 4 എണ്ണം അതാണ് പെർസെൻറ്റേജ് ചോദിക്കാറ്. പിന്നെ ഹീലിയം, നിയോൺ, ഹീലിയം. പിന്നെ ആരാ? ക്രിപ്റ്റോൺ. ആരാണ്? ക്രിപ്റ്റോൺ. പിന്നെ ഹൈഡ്രജൻ. പിന്നെ സിനോൺ. അലസവാതകങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ. നിയോണും ഹീലിയവും ക്രിപ്റ്റോണും സിനോണും ഒക്കെ എന്താണ്? അലസവാതകങ്ങളാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്ന് ചോദിച്ചാൽ നൈട്രജനും. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുമാണ്? ആർഗണുമാണ്. ആർഗൺ കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? നിയോൺ ആണ്. ഏതാണ്? നിയോൺ. എന്നിട്ട് ആര് വരുന്നുള്ളൂ? ഹീലിയം വരുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും പരീക്ഷ ചോദിക്കുന്നതാണ്, അത് തെറ്റിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം പലരും തെറ്റിക്കുന്നതാണ്. അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള അലസവാതകം ആർഗൺ. ആർഗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം നിയോൺ. അന്തരീക്ഷ വായുവിൽ കാണപ്പെടാത്ത അലസവാതകം റെഡോൺ. റേഡിയോ ആക്റ്റീവ് ആണ് റെഡോൺ. ഭാരം കൂടിയ വാതകമാണ് അല്ലേ. അപ്പം അന്തരീക്ഷ വായുവിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയും ഓർമ്മിച്ചു വെക്കുക. ഇതാണ് ക്രമം. ഈ ക്രമം ഒന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വയ്ക്കുക? ഒരു ഓർമ്മിക്കാം. നമ്പർ ആർക്കാ? നമ്പർ ചോദിക്കുന്നതാണേ. ഒരാളോട്, ഒരു പെണ്ണിനോട് നമ്പർ ചോദിക്കുന്നതാണ്. നമ്പർ ആർക്കാ? അന്നേരം ഓള് ചോദിക്കുന്നതാണ് തിരിച്ച്. നമ്പർ ആർക്കാണ്? ആർക്കാടോ? ഓസോണിനാ. പിന്നെ കൊടുക്കുവോ? ഓസോൺ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും പ്രധാന കോഴിയാണ്. അപ്പം നമ്പർ കൊടുക്കുവോ? ഇല്ല. അപ്പൊ നെഹി. അത്രയേ ഉള്ളൂ സംഭവം. നമ്പർ ആർക്കാ? ഓസോണിന്. നെഹി. കഴിഞ്ഞ്. ഒരു ചോദ്യം, ഒരു മറുപടി, അത്രയേ ഉള്ളൂ. നമ്പർ ആർക്കാ? എന്നോ നമ്പർ ആർക്കാ? ഓസോണിന്. നെഹി തരൂല. കഴിഞ്ഞേ. അപ്പം നമ്പർ NO ആർക്കാ? ഓസോണിന് നെഹി. ഇതാണ് ക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർമ്മിക്കാൻ ഇതാണ്. ആദ്യത്തെ ആളുകളാണ് നമുക്ക് വേണ്ടത്. 1-ാം സ്ഥാനം നൈട്രജൻ ആണെന്ന് ഇവിടുന്ന് കിട്ടും N. 2-ാം സ്ഥാനം ഓക്സിജൻ ആണെന്ന് ഇവിടുന്ന് കിട്ടും O. 3-ാം സ്ഥാനം ആർക്ക എന്നുള്ളതിൽ നിന്ന് ആർഗൺ ആണെന്നും 4-ാം സ്ഥാനം ഖ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും കിട്ടണം. ഓക്കെ, 3-ാം സ്ഥാനം ആരാണ്? ആർഗൺ. 4 ഖ കാർബൺ ഡൈ ഓക്സൈഡ്. വാതകമല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ എന്ന് പറഞ്ഞാൽ പോരാ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് 4-ാം സ്ഥാനം. നമ്പർ ആർക്ക. ഓക്കെ, ആർക്കാണ്? ഓസോണിന്. അടുത്ത സ്ഥാനത്ത് ആരാണ്? 5-ാം സ്ഥാനത്തുള്ളത് ഓസോൺ ആണ്. ഓക്സിജന്റെ രൂപാന്തരമായിട്ടുള്ള ഓസോൺ ആണ് അടുത്തയാള്. പിന്നെ ആരാ? NE നിയോൺ. നെഹി എന്നത് ഇങ്ങനെയാണ് എഴുതിയത്. NE നിയോൺ. HE ഹീലിയം. ഇവിടെ ചോദ്യം കിടക്കുന്നുണ്ട്. ആർഗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അലസവാതകം നിയോൺ ആണ്. ഹീലിയം എന്ന് പറഞ്ഞ പോറത് ഏതാണ്? നിയോൺ. പിന്നെ ആര്? ഹീലിയം. ഓക്കെ, അന്തരീക്ഷ വായുവിൽ കാണപ്പെടാത്ത അലസവാതകം യെസ് ഏതാണ്? റെഡോൺ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് അടുത്തതിലേക്ക് വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. 8-ാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണിത്. അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അന്തരീക്ഷ വായുവിൻ്റെ അന്തരീക്ഷ പാളികൾ ഏറ്റവും താഴത്തത് അല്ലേ ട്രോപ്പോസ്ഫിയർ അല്ലേ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. TSMT ആണ്. ഓക്കെ, TS എലിയറ്റും MT വാസുദേവൻ നായരും. ആ ക്രമത്തിൽ അങ്ങ് ഓർമ്മിച്ചാൽ മതി. TSMT. ഏറ്റവും താഴെ T ട്രോപ്പോസ്ഫിയർ, പിന്നെ S സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ M മിസോസ്ഫിയർ, പിന്നെ T തെർമോസ്ഫിയർ. ഓക്കെ, ആ തെർമോസ്ഫിയർ ആണ് ഏറ്റവും മുകളിലത്തെ പാളി. ആ തെർമോസ്ഫിയറിൻ്റെ താഴ്ഭാഗം, ഏറ്റവും താഴെയുള്ള ഭാഗം അയണോസ്ഫിയർ എന്നും
അല്ലേ? അതിന് മുകളിലോട്ടുള്ള ഭാഗം എക്സോസ്ഫിയർ എന്നും അറിയപ്പെടും. എക്സോ മീൻസ് പുറത്ത് എന്നുള്ള അർത്ഥമാണ്. എക്സോ ബയോളജി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് കേട്ടില്ലേ? ബഹിർസ്രാവി ഗ്രന്ഥികൾ. അപ്പം ഈ എക്സോ മീൻസ് പുറത്ത്, അല്ലേ? പുറത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പം അന്തരീക്ഷവായുവിൻ്റെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അതായത് ഏറ്റവും പുറത്തുള്ള തെർമോസ്ഫിയർ എന്ന പാളിയുടെ പുറം ഭാഗമാണ്, അല്ലേ? തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗം അയണോസ്ഫിയർ എന്നും മുകൾ ഭാഗം എന്ത് പേരിലും അറിയപ്പെടും? എക്സോസ്ഫിയർ എന്നും അറിയപ്പെടും. ഓക്കെ, യെസ്. അപ്പോൾ TSMT എന്ന് ഓർമ്മിക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിൽ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. പിന്നെയോ സ്ട്രാറ്റോസ്ഫിയർ. ഇത് തമ്മിലും വേർതിരിക്കുന്നതോ? ഇത് ഓരോന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് വേർതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ഓർമ്മിച്ചാൽ മതി? ട്രോപ്പോപോസ്, അല്ലേ? നിങ്ങൾ ട്രോപ്പോപാസ് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്നത് എന്താ? ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞതാ ട്രോപ്പോസ്ഫിയർ അറ്റം, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗത്തിന് പറയുന്നത് ട്രോപ്പോപോസ്. അതായത് ട്രോപ്പോസ്ഫിയറോട് പോസായി, ട്രോപ്പോസ്ഫിയർ നിന്നു. ഇനി എന്താ? സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ഇങ്ങനെ മേലേക്ക് പോയി അടുത്ത പാളി എന്താ? മിസോസ്ഫിയറാ. അപ്പോൾ മിസോസ്ഫിയർ എത്തുമ്പോൾ അതിൻ്റെ അറ്റത്ത് ട്രോപ്പോസ്ഫിയർ നിൽക്കുകയാണ്, അല്ലേ? ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് അപ്പോൾ എന്താണ്? ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് അടുത്തെന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്ന് ഇങ്ങനെ ഉയരത്തിലേക്ക് പോയി പിന്നെ മിസോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗം അതാണെന്ത്? സ്ട്രാറ്റോപോസ്, അല്ലേ? സ്ട്രാറ്റോപാസ് എന്ന് നമ്മൾ പറയും, പക്ഷെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, പോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോപോസ്. ഇനി പിന്നെ മിസോസ്ഫിയർ തുടങ്ങി. മിസോസ്ഫിയർ തമ്മിലോട്ട് പോയി എവിടെ അവസാനിക്കുകയാണ്? തെർമോസ്ഫിയർ തുടങ്ങാൻ പോവുക. അപ്പോൾ മിസോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗം മിസോപോസ്. മിസോസ്ഫിയർ ആ പാളി അവസാനിക്കുകയാണ്, പോസ് ആവുകയാണ്, മിസോപോസ്. ഓക്കെ, അപ്പോൾ അത് മൂന്നും ആ രീതിയിൽ ഓർമ്മിക്കാൻ പറ്റും. ആ സംക്രമണ മേഖലയാണ്, അല്ലേ? ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ അവസാനം, അല്ലേ? ട്രോപ്പോപാസ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അവസാനം സ്ട്രാറ്റോപാസ്. പിന്നെ മിസോസ്ഫിയറിൻ്റെ അവസാനം മിസോപാസ്. ഓരോന്നും തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗം ആണെന്ന് ഓർത്തു. അതിനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം പരീക്ഷകൾ വരുന്നതാണ്. ഉയരത്തിനനുസരിച്ച് താപം വർദ്ധിക്കുന്ന പാളികൾ ഇതിൽ ഏതൊക്കെയാ? അതൊന്നുമില്ല, അത് എളുപ്പത്തിൽ ഓർമ്മിച്ചാൽ മതി. ഏറ്റവും താഴത്തെ പാളിയില്ലേ? ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴത്തെ ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, അല്ലെ? ഇങ്ങനെയല്ലേ ക്രമം? അപ്പം ഏറ്റവും ഉയരത്തിനനുസരിച്ച് താപം, അതായത് ഏറ്റവും താഴത്തെ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു, താപനില കുറഞ്ഞു വരും. അടുത്തതിൽ കൂടും, അടുത്ത വീണ്ടും കുറയും, അടുത്തതിൽ കൂടും, അങ്ങനെയാണ്. അപ്പം TSMT ആ ക്രമം അറിയാമല്ലോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? ഉയരത്തിനനുസരിച്ച് താപനില കൂടുന്നു. മിസോസ്ഫിയർ എന്ത് ചെയ്യുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. തെർമോസ്ഫിയർ എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില വർദ്ധിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കുറയുന്നു, പിന്നെ കൂടുന്നു, കുറയുന്നു, കൂടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ താപം വർദ്ധിക്കുന്ന പാളികൾ ഏതൊക്കെയായിരിക്കും? സ്ട്രാറ്റോസ്ഫിയറും തെർമോസ്ഫിയറും. ദെൻ ഉയരത്തിനനുസരിച്ച് താപം കുറയുന്ന പാളികൾ ഏതൊക്കെയായിരിക്കും? ട്രോപ്പോസ്ഫിയറും മിസോസ്ഫിയറും, അല്ലേ? ഇനി കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന മണ്ഡലം. കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ നമുക്കറിയാം, ഏറ്റവും താഴത്തെ പാളിയായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാവുന്നത്. ട്രോപ്പോസ്ഫിയറിലാണ്, അല്ലേ? ദെൻ അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നു. നിങ്ങൾക്കറിയാം, അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? യെസ്, രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ചെറിയൊരു ഭാഗം കാണപ്പെടുന്നുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പം അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ദെൻ ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നത് എവിടെയാണ്? യെസ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. രണ്ടാമത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്, അല്ലേ? യെസ്. ദെൻ ഉൽക്കാപതനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു. ഉൽക്കാപതനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ആരാണ്? മിസോസ്ഫിയർ ആണ്, അല്ലേ? ഉൽക്കകൾ പതിക്കുന്ന സമയത്ത് ആ മിസോസ്ഫിയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അങ്ങ് കത്തി കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ മിസോസ്ഫിയർ ആണ്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തുന്നതും ഏതാണ്? മിസോസ്ഫിയറിലാണ്. ഏറ്റവും താഴ്ന്ന താപനിലയാണ്, അല്ലേ? ഏറ്റവും താഴ്ന്ന താപനില എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. ദെൻ ഉൽക്കകൾ, അല്ലേ, എന്ത് ചെയ്യാണ്?
ഇവിടെ തന്നെ ഉണ്ടല്ലോ ഉൽക്കാപതനത്തിന് ഭൂമിയെ സംരക്ഷിക്കുന്നു. അപ്പം ഉൽക്കകൾ മിസോസ്ഫിയർ ഏറ്റവും തണുത്ത് കിടക്കുന്ന പാളിയാണ്, താഴ്ന്ന താപനില രേഖപ്പെടുത്തുന്ന പാളിയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് നശിച്ചു പോവുകയാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് മിസോസ്ഫിയർ ആണ്. ദെൻ അയോണീകരണം നടക്കുന്ന മണ്ഡലം ഏതാണ്? തെർമോസ്ഫിയർ ആണ്. ഏതാണ്? തെർമോസ്ഫിയർ. അയോണീകരണം നടക്കുന്ന മണ്ഡലം ഏതാണ്? യെസ്, തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ അതുകൊണ്ടാണ് അതിന് താഴ്ഭാഗത്താണ്, അതുകൊണ്ടാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന ആ ഭാഗം അയോണുകളായി കാണപ്പെടുന്നു. അതാണ് അയോണീകരണം നടക്കുന്നു, അതുകൊണ്ട് അയണോസ്ഫിയർ എന്നറിയപ്പെടും. അപ്പോൾ അത് ഏത് പാളിയാണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അയോണീകരണം നടക്കുന്ന മണ്ഡലവും അതേപോലെ തന്നെ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതൊക്കെ എന്താണ്? ഈ അയണോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് അയണോസ്ഫിയർ. അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ എന്താണ് ഉത്തരം ഇട്ട് കൊടുത്തിരിക്കുന്നത്? തെർമോസ്ഫിയർ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോഡുകളിലൂടെയും പഠിച്ചു. പിന്നെ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.